ഹലോ ഗേസ്, ഡ്രീം വേൾഡ് ലൈഫ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ലിവർ ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോയാണ്. നിങ്ങളെല്ലാം ഒന്ന് കണ്ടു നോക്ക്. അങ്ങനെ ഇരുന്നപ്പോൾ നമുക്കൊരു ലിവർ ഫ്രൈ ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം. അപ്പോൾ ഒന്ന് ചെയ്താക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ലിവർ ഫ്രൈ കാണാം അല്ലേ? ഹലോ ഗേസ്, അപ്പോൾ നമ്മൾ 1 കിലോ ലിവർ എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വിനാഗിരിയും ഉപ്പും ഇട്ട് ഒരു 8 പ്രാവശ്യം നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കഴുകിയെടുത്ത ലിവർ ഫ്രൈയിലേക്ക് 2 സ്പൂണ് സാധാ മുളക് പൊടിയും 2 സ്പൂണ് കാശ്മീർ മുളക് പൊടിയും 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഗരം മസാലപ്പൊടിയുടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 4 മിനിറ്റ് വെക്കുകയാണ്. നമ്മളങ്ങനെ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കൂടെ ഇച്ചിരി പെരിഞ്ചീരകം കൂടി 1 സ്പൂണോടെ ഇട്ടായിരുന്നു. ഞാൻ അതോടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വേണ്ടി ഞാൻ ഇങ്ങനെ വെക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് കുക്കിംഗ് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ അത് മിക്സ് ചെയ്ത് വെച്ച സാധനം തീയിലോട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റൗവിൽ നമ്മൾ വെക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ നമുക്ക് പറ്റുന്ന അനുസരിച്ച് നമുക്ക് വേണ്ട അത്ര നമ്മൾ ഇച്ചിരി ഉപ്പിടുക. ഇച്ചിരി ഉപ്പിട്ടിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് സ്റ്റൗവ് ഓണാക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. ാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. സ്റ്റൗ ഓണാക്കി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇത് മൂടി വെക്കുക. മൂടി വെച്ച് നല്ല രീതിയിലൊന്ന് വെന്തു വന്നു കഴിയുമ്പോൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കുക. ഹലോ ഗേസ്, അപ്പം നമ്മൾ ഒരു പ്ലേറ്റിനകത്തോട്ട് 1 ഇഞ്ചി അരിഞ്ഞത്, ഒരു 4 പച്ചമുളക്, ഉള്ളിയാണ് വേണ്ടത്. അപ്പം ഞാൻ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവോള അങ്ങനെ ആക്കി. സവോള ഒരു 1.5 സവോള, പിന്നെ വെളുത്തുള്ളി ഒരു 8 അല്ലി വെളുത്തുള്ളി. ഇത് നമ്മൾ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എണ്ണയ്ക്കകത്ത് വരട്ടിയെടുക്കണം. നമ്മളങ്ങനെ അത് ചതച്ചെടുത്തിട്ടുണ്ട്. മിക്സിക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീയെ വെച്ച സാധനം വെള്ളം പറ്റി ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പരിപാടി നോക്കാം. അങ്ങനെ നമ്മൾ അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ചു. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിക്കും. നെയ്യ് ഒഴിക്കുന്നതിനെപ്പറ്റി ഏകദേശം സവോള ഏകദേശം മൂത്ത് ചുമന്ന് വന്നിട്ടുണ്ട്. സവോള തന്നെ വെളുത്തിരിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ സവോള, ഞങ്ങൾ UK യിലാണ്. അപ്പോൾ ഇവിടുത്തെ സവോള എന്ന് പറയുമ്പം വെള്ള സവോളയുണ്ട്, ചുമന്ന സവോളയുണ്ട്. അതുപോലെ ഞാൻ ഉപയോഗിക്കാൻ എടുത്തത് അതാണ് ഈ സവോള ഈ വെളുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂണ് കാശ്മീർ മുളക് പൊടി 1 സ്പൂണ്, പിന്നെ ഇതിനകത്ത് ഗരം മസാല ഒരു 1.5 സ്പൂണ്. പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന മെയിനായിട്ട് സാധനം എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മെയിൻ. കുരുമുളക് പൊടി നമ്മൾ ശരിയാണ് ചേർക്കുക. ഒരു 2-3
അങ്ങനെ നമ്മുടെ ലിവർ ഫ്രൈ റെഡിയായി. ലിവർ ഫ്രൈ നല്ല കുരുമുളക് പൊടിക്കകത്തിട്ട് നല്ല മെരുക്കി എടുത്തതാണ്. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം.